നമസ്കാരം. നാം ഒരുപാട് നാമജപങ്ങൾ, പാരായണം, ശ്ലോകങ്ങൾ പാരായണം ഇവയെല്ലാം ചെയ്തു വരുന്നു, പ്രാർത്ഥനകളെല്ലാം ചെയ്തു വരുന്നു. ഫലം കാണുന്നില്ലല്ലോ. സാധാരണക്കാർ ചിന്തിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് ഫലം കാണുന്നില്ല? ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ ഒരു വിഷയം, ഒരു ഘടകം മാത്രമാണ് ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധയാണ്. വീണ്ടും പറയുകയാണ്, ഒരുപാട് വിഷയങ്ങളുണ്ട് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്നുള്ളതിലേക്ക്. ഇവിടെ ഒരേ ഒരു വിഷയം മാത്രമാണ് ചിന്തിക്കാൻ പോകുന്നത്. അത് ശ്രദ്ധയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഭക്തി ശ്രദ്ധാപുരസരം ഈ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക, ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നുള്ളത് ഏവരും കേട്ട് കാണും. ഭക്തി ശ്രദ്ധാപുരസരം, ഭക്തി ഏവർക്കും അറിയാം. പക്ഷേ ഈ ഭക്തി എന്നുള്ളത് നാം ചിന്തിക്കുന്നത്, ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഭക്തി മാർഗമായി, ഈശ്വരനായി, ഭഗവാനായി, ദേവതയായി, ക്ഷേത്രങ്ങളായി അതുമാത്രമാണ് ഭക്തി എന്ന് നാം ചിന്തിക്കുന്നു. ഭജ സേവായാം എന്ന് പറയുന്നു. ഭജ സേവായാം ഭക്തിയെ നമുക്ക് ഇന്ന് എല്ലാവരും ഇംഗ്ലീഷാണല്ലോ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഭാഷ നമ്മളിൽ നിന്ന് അകന്നപ്പോൾ സംസ്കാരമെല്ലാം തന്നെ അകന്ന് കഴിഞ്ഞു. അപ്പോൾ ഭക്തിയെ ഡിവോഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷേ ഒന്നുകൂടി നമുക്ക് ആ ഭക്തിയെ മനസ്സിലാക്കുവാനായിട്ട്, ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ കുറച്ചുകൂടി അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ദേശഭക്തി, മാതൃഭക്തി, പിതൃഭക്തി എന്നിങ്ങനെ ഭക്തി എന്നുള്ളത് ഒരുപാടാണ്. നമ്മൾ പക്ഷേ ഭക്തി എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്, ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, ഭക്തനാണല്ലോ എന്ന ചിന്ത മാത്രമാണ് തലയ്ക്കകത്ത് നിറച്ച് വെച്ചിട്ടുള്ളത്. കാരണം ആ എഡ്യൂക്കേഷനാണ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഭക്തി ശ്രദ്ധ പുരസരം. അപ്പോൾ ശ്രദ്ധയാണ് കാര്യങ്ങളെ നമുക്ക് നേടിത്തരുന്നത്. ശ്രദ്ധയോടുകൂടിയാണ് നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, നാമജപം ഒഴികെ. ഉദാഹരണം നോക്കാം. ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധ കൊണ്ട് മാത്രമാണ് വസ്തുലാഭം ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് വസ്തുലാഭം ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചു ചെയ്യുക എന്നുള്ളത് നാം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം എളുപ്പം ലഭിക്കും. ഒരു ചെറിയ കാര്യം, ഒരാൾ പാചകം ചെയ്യുകയാണ്, ശ്രദ്ധിച്ച് തന്നെയാണ് അടുപ്പ് കത്തിക്കുന്നത്, പാത്രം വെക്കുന്നത്, പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത്, ഇല്ലെങ്കിൽ അരി അടുപ്പത്തിടുന്നത്, പച്ചക്കറി വേവിക്കുന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ ആഹാരം കഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ചെറിയ കാര്യങ്ങളും എടുത്തു നോക്കുക. ഈ ഒരുങ്ങുന്നത്, രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങുന്നു, ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വിഷയങ്ങളും, നമ്മൾ ധരിക്കുന്ന വസ്ത്രമായാലും ശരി, കുളിക്കുമ്പോഴായാലും ശരി, ശ്രദ്ധിച്ച് വളരെയധികം നല്ല രീതിക്കാണ് എല്ലാം ചെയ്തു പോരുന്നത്. വീട് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധ അർപ്പിക്കുന്നു. എല്ലാ കാര്യത്തിനും മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല, പാടാണ്. കാരണം ഇപ്പോൾ സംസാരിക്കുന്നത് പോലും ശ്രദ്ധിച്ച് സംസാരിക്കുകയാണ്. അപസ്വരം വരരുത് എന്നൊക്കെ ചിന്തിച്ച് സംസാരിക്കേണ്ട ഒരവസ്ഥയാണ്, ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധ കൊണ്ട് കാര്യലാഭമുണ്ടാകും. പക്ഷേ അതേ വിഷയം നാം നാമജപം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം. വിഷ്ണു സഹസ്രനാമം തന്നെ എടുക്കാം. ഇന്ന് സമയമില്ല, എന്നാലും അത് ഫുള്ളായിട്ട് ജപിക്കണം എന്നുള്ളൊരു തോന്നൽ, ജപിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമോ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്. അപ്പോൾ പട്ടയെന്ന് ഇങ്ങനെ ജപിക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ജപിച്ച് തീർന്ന ശേഷം വിചാരിക്കുകയാണ്, ഇന്ന് ഞാൻ സഹസ്രനാമം ജപിച്ച് കഴിഞ്ഞു. പക്ഷേ ഫലം എനിക്ക് കിട്ടിയിരിക്കണം. എങ്ങനെ ജപിച്ചു എന്നുള്ള ചിന്തയില്ല നമുക്ക്. എല്ലാവർക്കും തന്നെ ഈ പറയുമ്പോൾ ഇതെല്ലാം എനിക്കും ഇത് ഉൾപ്പെടും, ഞാനും ഇതിനകത്ത് ഉൾപ്പെടും, എനിക്കും ഇത് ബാധകമാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് ജപിക്കും. അതിന് വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ ശ്രദ്ധയില്ലാതെ നാം ജപിക്കുകയാണ്. പെട്ടെന്ന് ജപിച്ചത് തീർക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി ഫലം ലഭിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വ്യാപൃതരായിക്കൊണ്ടാണ്
നാമജപം ജപിക്കുന്നത്. കഴിയുന്നതും മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടി, പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ഫലമുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ്, സമയമില്ല, ഞാൻ നടന്നുകൊണ്ട് ജപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അതേ എന്ന് തന്നെയാണ്. കാരണം അതിന് അല്പമെങ്കിലും ഫലം ലഭിച്ചിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്ഫലമാണെങ്കിൽ സത്ഫലം അനുഭവിക്കും, സത്കർമ്മമാണെങ്കിൽ അത് സത്കർമ്മഫലം അനുഭവിക്കും. പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുഷ്കർമ്മമാണെങ്കിൽ, ദുഷ്പ്രവൃത്തിയാണെങ്കിൽ ആ ദുഷ്ഫലം ലഭിച്ചിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അവശ്യം അനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. നമസ്കാരം.